ഹലോ, ഇന്ന് നമുക്ക് ഉണ്ടാക്കുന്നത് ഒരു വത്സനാണ്. ഇലയപ്പം എന്ന് പറയും, വത്സൻ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: അരിപ്പൊടിയുണ്ട്, ഇത് കിട്ടിയത് ചമ്പാപ്പൊട്ടു അരിപ്പൊടിയാണ്. തേങ്ങയുണ്ട്, ശർക്കരയുണ്ട്, ഇച്ചിരി ഏലക്കാപ്പൊടിയുണ്ട്. ഇതുകൊണ്ട് നമുക്ക് വത്സൻ ഉണ്ടാക്കാം. ഇത് തമ്മിൽ മിക്സ് ചെയ്യണം. അരിപ്പൊടി കട്ടിക്ക് വേണം കലക്കിയെടുക്കാൻ. അങ്ങനെ ഈ അരിപ്പൊടി നമുക്ക് ചാലിച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി വെച്ചിട്ടുണ്ട്. പശ കുറവാണ്, ഇത് പൊട്ടുപൊടിയായതിനാൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പരുവത്തിന് അങ്ങനെ വയ്ക്കുക. ഇനി ഈ ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇത് തീനെന്ന് പറയും. ഇത് ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. തീനെന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ വെച്ച് എടുക്കണം. കൈ വെച്ച് കുഴച്ച് എടുക്കുക. അങ്ങനെ നമ്മുടെ അരിമാവും തീനും അരി ഉണ്ടാക്കുന്നത് ഇത് കണക്ക് മാവ് ഇതിലേക്ക് കുറച്ച് ഇട്ട ശേഷം തീനും അതിലേക്ക് വയ്ക്കുക. മടക്കുക. രണ്ട് സൈഡും ഈ രീതിയിൽ വേണം മടക്കാൻ. എൻ്റെ രണ്ട് കൈയും ഫ്രീ അല്ല, ഒരു ഫോൺ പിടിക്കുന്നതിന് ശേഷം ഈ രീതിയിൽ മടക്കിയെടുക്കുക. അതാണ്, ഇങ്ങനെ വേണം. ഇവിടെ രണ്ടുമൂന്ന് മടക്കി വെച്ചിരിക്കും. ഇതേ രീതിയിൽ മടക്കിയെടുക്കുക. ഞാൻ ഇതെല്ലാം മടക്കി ഒന്നും കൂടെ കാണിക്കാം. ഇത് കണക്ക് ഇല വയ്ക്കുക. ഈ മാവിൻ നമുക്ക് നോക്കാം, പാളിപ്പോയ ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. തീനും 2 തവണ വയ്ക്കുക, മടക്കുക, ഇങ്ങനെ ചുരുട്ടുക. വത്സൻ ഈ രീതിയിൽ ശരി. അങ്ങനെ നമ്മൾ ഇത്രയും എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കാം, വത്സൻ. അങ്ങനെ നമ്മുടെ വത്സനുള്ള എല്ലാം റെഡിയാക്കി ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവി 10-20 മിനിറ്റ് ഒന്ന് ആവി കയറി വരണം. അപ്പോൾ നമ്മുടെ വത്സൻ റെഡിയായിരിക്കും. നമ്മുടെ ഇലയപ്പം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ ചൂട് വത്സൻ റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, കഴിച്ച് നോക്കാം. ചൂടോടുകൂടി എടുത്തതാണ്.
അടിപൊളിയായിട്ടുണ്ട്. നല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല. വത്സൻ കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.